കരുനാഗപ്പള്ളിക്ക് പിന്നാലെ തിരുവല്ലയിലെ CPM വിഭാഗീയതയിൽ ഇടപെടാൻ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പത്തനംതിട്ടയിലെത്തും. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം മാറ്റിവെച്ച സാഹചര്യം MV ഗോവിന്ദൻ വിലയിരുത്തും. ഇതിനകം വിവാദമായ ലോക്കൽ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശങ്ങളും സംസ്ഥാന സെക്രട്ടറി പരിശോധിക്കും. വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ലോക്കൽ ഏരിയ കമ്മിറ്റി നേതൃത്വങ്ങളെ പത്തനംതിട്ടയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലാണ് വിവാദ പരാമർശങ്ങൾ ഇടം പിടിച്ചിരുന്നത്. നവംബർ 13-നാണ് ലോക്കൽ സമ്മേളനം നടന്നിരുന്നത്. മുൻ തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് V ആന്റണി ഉൾപ്പെടെ ചില നേതാക്കൾ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന പരാമർശം റിപ്പോർട്ടിലുണ്ടായിരുന്നു. പീഡനക്കേസ് പ്രതി സജിമോനെ മുതിർന്ന നേതാക്കൾ സംരക്ഷിക്കുന്നതായും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിക്ക് സഹായം ചെയ്യുന്നില്ല എന്നും സജിമോനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കാത്തതിൽ ഏരിയ കമ്മിറ്റിക്ക് വിരോധമെന്നുമൊക്കെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ലോക്കൽ കമ്മിറ്റിക്ക് ഇതിനോട് കടുത്ത വിയോജിപ്പാണുള്ളത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് തന്നെയാണ് സജിമോന്റെ കാര്യത്തിൽ ലോക്കൽ കമ്മിറ്റിക്കും ഉള്ളതെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. പ്രതിനിധികൾക്ക് കൈമാറിയ റിപ്പോർട്ട് വിവാദമായതോടെ തിരിച്ചു വാങ്ങുകയായിരുന്നു. പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശങ്ങൾ വിവാദമാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ലോക്കൽ സമ്മേളനം തന്നെ നിർത്തിവെക്കേണ്ട ഗതികേട് വന്നു. പിന്നീട് ഇതുവരെ സമ്മേളനം നടത്താനായിട്ടില്ല. ലോക്കൽ ഏരിയ നേതൃത്വങ്ങൾ തമ്മിലുള്ള തർക്കവും വിഭാഗീയതയും തുടരുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഇടപെടാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്തനംതിട്ടയിലെത്തുന്നത്. നേരത്തെ നടുറോഡിലെ കയ്യാങ്കളിയും തർക്കവും വരെ എത്തിയ കൊല്ലം കുലശേഖരപുരത്തെ വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ CPM സംസ്ഥാന നേതൃത്വം പിരിച്ചുവിട്ടിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമായിരുന്നു തീരുമാനം. സേവ് CPM എന്ന പ്ലക്കാർഡുകളുമേന്തി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകർ പ്രകടനം നടത്തിയതിന് പിന്നാലെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. നേരത്തെ നേതൃത്വത്തിനെതിരെ സേവ് CPM എന്ന പോസ്റ്റർ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് പുറത്തടക്കം പതിപ്പിക്കുകയും ചെയ്തിരുന്നു. കുലശേഖരപുരത്തെ വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ പ്രതികരണവുമായി വിമതരും രംഗത്തെത്തിയിരുന്നു. തങ്ങൾ ഉന്നയിച്ച വിഷയം CPM സംസ്ഥാന സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടുവെന്നും ഇത് ജയപരാജയത്തിന്റെ പ്രശ്നമല്ല എന്നും പാർട്ടിയുടെ കരുനാഗപ്പള്ളി ഏരിയ നേതൃത്വം തങ്ങളുടെ പരാതി മുഖവിലക്കെടുത്തിരുന്നില്ലെന്നും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് ഉചിതമായ തീരുമാനമാണെന്നുമായിരുന്നു വിമതരുടെ പ്രതികരണം. അതിനിടെ കരുനാഗപ്പള്ളിയിലെ CPM ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിനെ തുടർന്ന് രൂപീകരിച്ച 7-അംഗ അഡ്ഹോക് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേരുകയാണ്. CPM ജില്ലാ സെക്രട്ടറി രംഗം T മനോഹരനാണ് കൺവീനർ. SR അരുൺ ബാബു, SL സജികുമാർ, PP സത്യദേവൻ, N സന്തോഷ്, G മുരളീധരൻ, AM ഇക്ബാൽ തുടങ്ങിയവരാണ് അഡ്ഹോക് കമ്മിറ്റിയിൽ അംഗങ്ങളായുള്ളത്. കുലശേഖരം നോർത്ത് ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ നടപടി ഉണ്ടായേക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം.